ഹായ് ഗായ്സ്, ഇന്നൊരു ലോക്കൽ ബസ് യാത്ര നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയാലോ നമ്മുടെ അടൂരിലേക്ക്. അപ്പോൾ ഇന്നത്തെ യാത്ര അടൂരിലേക്കാണ്. ഹായ്, നമസ്കാരം. രാജീസ് കുറിയന്നു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അടൂർ യാത്ര. അപ്പോൾ അടൂരിലേക്ക് എനിക്കൊരു യാത്ര പുറപ്പെടേണ്ടി വന്നു. ഒത്തിരി നാളായി ആനവണ്ടിയിലൊക്കെ ഒന്ന് സഞ്ചരിച്ചിട്ട്. അപ്പോൾ KSRTC ഫാസ്റ്റ് പാസഞ്ചറിലാണ് ഞാൻ പോയേക്കുന്നത്. അപ്പം കോഴഞ്ചേരിയിൽ നിന്നാണ് കയറിയത്. അപ്പോൾ കോഴഞ്ചേരിയിലെ വീഡിയോ നമുക്കൊന്ന് എടുക്കാൻ പറ്റിയില്ല. അടൂരിലെ ബസ് വന്ന് നിൽക്കുന്നതും ഒരു ചെറിയൊരു കാഴ്ച നേരത്തെ നമ്മൾ അപ്ലോഡാക്കിയ ഒരു കാഴ്ചയും കൂടെ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ച. റോഡ് സൈഡിൽ വണ്ടി പോകുന്നതൊക്കെ. ആനവണ്ടിയിൽ പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മയിൽ വാഹനം TVSൻ്റെ എൻഡോർക്ക് ചെറുതായിട്ടൊന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അതിന് ഇഞ്ചൻ പണിയായിപ്പോയി. ഒരു 1.5 വർഷം ആയിട്ടുള്ളൂ ആ വണ്ടി. പുതിയ വണ്ടിയാണ്. ഞാൻ ആദ്യമായിട്ട് എടുത്തൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിനെ ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആനവണ്ടിയിൽ ഞാൻ പോയത്. അപ്പോൾ ആനവണ്ടിയിൽ പോയപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ അടുത്തത്തെ സീറ്റിൽ ആരുമേ ഇല്ലായിരുന്നു. ഇത് മൈസൂരിൽ നിന്ന് വരുന്ന വണ്ടിയാണ്, തിരുവനന്തപുരത്തേക്ക്. മൈസൂർ ടു തിരുവനന്തപുരം ഫാസ്റ്റ് പാസഞ്ചർ. ഇത് ബുക്കിംഗ് ആണ്. അപ്പോൾ അടൂർ കഴിഞ്ഞാൽ പിന്നെ ബുക്കിംഗ് ഒന്നും കാണത്തില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ചിലയിടത്ത് ബുക്കിംഗ് ഉണ്ടാവും. ഞാനിരിക്കുന്ന ഏറ്റവും ലാസ്റ്റ് സീറ്റിലാണ് ഇരുന്നത്. അതുകൊണ്ട് അവിടെ ബുക്കിംഗ് വന്നില്ല. നടുക്കെല്ലാം ബുക്കിംഗ് ആയിരുന്നു. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുവാങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് തരണം, ഒരു സപ്പോർട്ട് എനിക്ക് തരണം. അപ്പോൾ ശരി, എന്നാൽ കാഴ്ചകളൊക്കെ കാണുക, ഒരു കമൻ്റൊക്കെ ഇടുക. അപ്പോൾ